അഞ്ചൽ രാമഭദ്രൻ കൊലക്കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. CPIM നേതാക്കളടക്കം 14 പേർ കുറ്റക്കാർ, 4 പേരെ വെറുതെ വിട്ടു. കേസിൽ CBI കോടതി 30-ന് ശിക്ഷ വിധിക്കും. തിരുവനന്തപുരം CBI കോടതിയാണ് അഞ്ചൽ ഏരൂരിൽ INTUC നേതാവായിരുന്ന അഞ്ചൽ രാമഭദ്രൻ വധക്കേസിലെ വിധി പ്രസ്താവിച്ചത്. സംഭവം നടന്ന 14 വർഷത്തിനു ശേഷമാണ് കൊല്ലത്തെ CPM നേതാക്കൾ ഉൾപ്പെടെ പ്രതിയായ കേസിന്റെ വിധി പറയുന്നത്. 2010 ഏപ്രിൽ 10-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വീട്ടിനുള്ളിൽ കയറി മകൾക്കൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്ന രാമഭദ്രനെ CPM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. രാഷ്ട്രീയ വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിന് കാരണം. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു. അന്വേഷണത്തിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് കാട്ടി രാമഭദ്രന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണം CBIയിലെത്തിയത്. 2019-ൽ 19 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. ഇതിൽ ഒരു പ്രതി മരിച്ചു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളിയായവരും ഗൂഢാലോചനയ്ക്കും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചതിനുമാണ് CPM നേതാക്കളെ പ്രതി ചേർത്തത്. കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ജയമോഹൻ, മുൻ അഞ്ചൽ ഏരിയ സെക്രട്ടറി PS സുമൻ, ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ, മാർക്സൺ എന്നിവർ പ്രതികളാണ്. മുൻ മന്ത്രി മേഴ്സിക്കുട്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ് മാർക്സൺ. കേസിൽ 4 പേരെ വെറുതെ വിട്ടു. ഈ മാസം 30-ന് കോടതി ശിക്ഷാവിധി പ്രഖ്യാപിക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.